അതെ, ഞാൻ നിന്റെ ഭർത്താവാണല്ലോ. അപ്പോൾ എനിക്ക് ചില പ്രത്യേക അവകാശവും അധികാരവും എല്ലാം ഉണ്ടല്ലോ, നിന്റെ അടുത്തും പിന്നെ നിന്റെ ഈ ശരീരത്തിലും. ഞാനത് ഇപ്പോൾ മുതലെടുത്തോട്ടെ. മായയുടെ വശ്യമായ ഉടലഴകിലൂടെ മോഹത്തിൽ കണ്ണോടിച്ച് ഗിരീഷ് തിരക്കിയതും ചീറ്റപ്പുലിയെപ്പോലെ ചീറ്റി വന്ന് മുന്നിൽ വന്നു നിന്നു മായ. എൻ്റെ ഭർത്താവാണെന്ന അധികാരം വെച്ച് നിങ്ങൾ എന്തെങ്കിലും തോന്നിവാസം എന്നോട് പറയുകയോ എൻ്റെ ശരീരത്തിൽ കാണിക്കുകയോ ചെയ്താൽ നാളെ ഈ വീട്ടിൽ നേരം പുലരുന്നത് നിങ്ങളുടെ മരണവിവരം അറിഞ്ഞാവും. കൊല്ലും ഞാൻ നിങ്ങളെ, ഉറപ്പായും കൊന്നിരിക്കും. യാതൊരു മയവുമില്ലാത്ത മായയുടെ വാക്കുകൾക്ക് മുമ്പിൽ പകച്ചു നിന്നൊരു നിമിഷം ഗിരീഷ് താൻ കെട്ടിയ താലിയും കഴുത്തിലിട്ട് തൻ്റെ പേരിലുള്ള സിന്ദൂരവും നെറുകയിൽ ചാർത്തി ആദ്യ രാത്രി മുറിയിൽ കയറി വന്നിട്ടവൾ ആദ്യം വാതുറന്ന് പറയുന്നത് തന്നെ കൊല്ലുമെന്നാണ്. അതും ഭർത്താവിൻ്റെ അധികാരം താൻ അവളോട് എടുത്താൽ. തന്നെ നോക്കി പേടിപ്പിച്ചു നിൽക്കുന്ന മായയെ കടക്കണ്ണാലൊന്ന് നോക്കി പിന്നൊന്നും അവളോട് ചോദിക്കാനോ പറയാനോ നിൽക്കാതെ വേഗത്തിൽ കിടക്കയുടെ ഒരരികു പറ്റി ചെരിഞ്ഞു കിടന്നു ഗിരീഷ്. പറയുന്നത് അതുപോലെ പ്രവർത്തിക്കുന്നവളുടെ ശ്വാസത്തെപ്പോലും പേടിക്കണമെന്ന് അവന് സ്വന്തം അനുഭവത്തിലൂടെ തന്നെ അറിയാം. ഇന്ന് നടന്നത് തൻ്റെ കല്യാണമാണെന്നും ഇത് തങ്ങളുടെ ആദ്യരാത്രിയാണെന്നും മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ചവൻ. അതിലെല്ലാം ഉപരി കഴിഞ്ഞ 4 വർഷത്തോളം തന്നെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ചവളാണ് തൻ്റെ അരികിലേക്ക് പോലും വരാതെ തന്നിൽ നിന്നകന്ന് മറുഭാഗത്ത് കിടക്കുന്നതെന്ന് ഓർക്കാൻ ശ്രമിച്ചതേയില്ല ഗിരീഷ്. വെറും ഒരു നേരം പോക്കായി മാത്രമേ മായയെയും അവളുടെ പ്രണയത്തെയും കണ്ടിട്ടുള്ളൂവെന്ന് അവളോട് നേരിട്ട് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒഴിവാക്കാൻ ശ്രമിച്ചതാണ് ഗിരീഷ് മായയെ. അവൻ്റെ വാക്കുകൾക്ക് മുൻപിൽ തരിച്ചു നിന്ന് ഒന്നും മിണ്ടാതെ കരഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ മായ ഇന്ന് രാവിലെ ഗിരീഷിൻ്റെ വീട്ടിലെത്തിയത് ആത്മഹത്യാ ഭീഷണിയോടെയാണ്. അടുത്തുള്ള അമ്പലത്തിൽ വെച്ചെൻ്റെ കഴുത്തിൽ ഈ നിമിഷം ഈ താലി കെട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ എല്ലാം മുന്നിൽ വെച്ച് എൻ്റെ ജീവൻ കളയുക മാത്രമല്ല ഞാൻ ചെയ്യുക, ആ കുറ്റം നിങ്ങളുടെ എല്ലാം മേലിലാക്കി നിങ്ങളെല്ലാം ജയിലിനുള്ളിലാക്കാൻ വേണ്ടതും കൂടി ചെയ്യും ഞാൻ മരിക്കും മുമ്പ്. പറയുന്നത് അതുപോലെ ചെയ്യും എന്നവളുടെ മുഖം വ്യക്തമാക്കുന്നുണ്ട്. മായയെ തടയാനും തിരികെ കൂട്ടാനും വേണ്ടി വന്ന അവളുടെ വീട്ടുകാർ മായയുടെ ദേഷ്യത്തിനും വാശിക്കും മുൻപിൽ ഇങ്ങനെ ഒരു മകളില്ല അവർക്കെന്ന് വിളിച്ചലറിപ്പറഞ്ഞ് മടങ്ങിപ്പോയപ്പോൾ അവൾ ആവശ്യപ്പെട്ടതുപോലെ കഴുത്തിൽ താലി കെട്ടി ഗിരീഷ്. താലിയുടെ കെട്ടഴിഞ്ഞു പോകാതെ മുറുക്കി കെട്ടുന്ന ഗിരീഷിനെ കനലാളുന്ന മിഴികളോടെ എരിച്ചു നോക്കി നിന്നു മായ. വീടിന് ഉമ്മറത്ത് നിന്ന് രാവിലെ വെല്ലുവിളിച്ചവളുടെ മുഖത്തെ ദേഷ്യം അന്നേരവും കൺമുന്നിൽ കണ്ടതുപോലെയൊന്ന് കുളിർന്നു ഗിരീഷിന്. വാശിയിൽ മായയിൽ നിന്ന് അകന്ന് ചെരിഞ്ഞു കിടന്നെങ്കിലും അല്പം കഴിഞ്ഞതും ചെരിഞ്ഞു കിടന്നവൻ മലർന്നു കിടന്ന് കണ്ടു അവനെ തന്നെ നോക്കി കിടക്കയുടെ അങ്ങേ സൈഡിൽ കിടക്കുന്ന മായയെ. നിറഞ്ഞു തൂവുന്ന അവളുടെ മിഴികൾ അവൻ്റെ നെഞ്ചിനെ ആഴത്തിൽ പൊള്ളിച്ചുകൊണ്ട് കിടക്കയിലേക്ക് അടർന്നു വീണുകൊണ്ടിരുന്നു. നിർത്താതെ പിടഞ്ഞെണീറ്റ് അവൾക്കരികിലേക്ക് പാഞ്ഞു ചെന്നു ഗിരീഷ്. മായേ, ക്ഷമിക്കടി എന്നോട്. എനിക്ക് വേറൊരു വഴിയില്ലായിരുന്നു നിന്നെ തള്ളി പറയുകയല്ലാതെ. പറ്റിപ്പോയി. നീ വേണേൽ എന്നെ തല്ലിക്കോ, നിന്റെ ദേഷ്യം തീരം വരെ. എന്നാലും ഇങ്ങനെ കരയില്ലേടി, കണ്ടു നിൽക്കാൻ വയ്യ എനിക്ക്. കരയുന്ന മായയുടെ കാലുകളിൽ കൈ കൊരുത്ത് മാപ്പ് പറഞ്ഞുകൊണ്ടിരുന്നു ഗിരീഷ്. തൻ്റെ കാലുകളിൽ മുറുകെ പിടിച്ചിരുന്ന ഗിരീഷിൻ്റെ കൈകൾ എടുത്തു മാറ്റി മായ അവനെ നോക്കി. ഇന്ന് രാവിലെ നിന്റെ ഈ വീട്ടിൽ വന്ന് ഞാൻ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് കൊണ്ടല്ലേ ഗിരീഷേ നീ എന്നെ കെട്ടിയത്? അതുകൊണ്ട് മാത്രമല്ലേ നിന്റെ ഭാര്യയായി ഈ മുറിയിൽ ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതും? ഗിരീഷിൻ്റെ കണ്ണുകളിൽ കണ്ണുറപ്പിച്ച് മായ ചോദിച്ചതും ഉത്തരമില്ലാതെ ഉഴറി ഗിരീഷ്. പ്രാണനാണ് ഗിരീഷിന് മായയെ. അവളില്ലാതെ ഒരു ജീവിതം എന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല ഗിരീഷിന്. കൂടെ കൂട്ടിയൊരു ജന്മം മുഴുവൻ ഒന്നിച്ച് സന്തോഷമായി ജീവിക്കാൻ വേണ്ടി തന്നെയാണവൻ അവളെ സ്നേഹിച്ചതും. എന്നിട്ടും പക്ഷേ തള്ളി പറയേണ്ടി വന്നു മായയുടെ വീട്ടുകാർ കാരണം. സമ്പന്നതയുടെ മടിത്തട്ടിൽ ജീവിക്കുന്ന മായയുടെ കുടുംബം അവളെ കൊണ്ടു നടന്നതൊരു രാജകുമാരിയായിട്ടാണ്. തനിക്ക് അവരുടെ മോളെ അവരെ നോക്കുന്നത് പോലെ നോക്കി സംരക്ഷിക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്ന അവളുടെ അച്ഛൻ്റെ സംസാരത്തിലും വെല്ലുവിളിയിലും മനസ്സ് തകർന്നു ഗിരീഷിൻ്റെ. നിന്റെ വീട്ടുകാർ നിന്നെ സംരക്ഷിക്കും പോലെ എനിക്ക് നിന്നെ സംരക്ഷിക്കാൻ പറ്റില്ലെന്ന് നിന്റെ അച്ഛൻ പറഞ്ഞ വാശിയിൽ അറിയാതെ തള്ളി പറഞ്ഞതാടി ഞാൻ നിന്നെ. നിന്നെ ഞാനങ്ങനെ കൈവിടുവോ? നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റൂടി എനിക്ക്? പിന്നെയും പിന്നെയും പദം പറഞ്ഞിരിക്കുന്നവനെ വെറുതെ നോക്കിക്കിടന്നു മായ. എൻ്റെ അച്ഛൻ നിന്നെ വെല്ലുവിളിച്ചപ്പോൾ എന്നെ തള്ളി പറയുന്നതിന് പകരം സമ്പത്ത് കുറഞ്ഞാൽ സ്നേഹത്തിൽ കഴിയും, മരണം വരെ ഞങ്ങളെന്ന് പറഞ്ഞ് നീ എന്നെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ നിന്റെ കാൽ ചുവട്ടിൽ കിടന്നതിന് ഗിരീഷേ ഞാൻ ഈ ജന്മം മുഴുവൻ എത്രയെല്ലാം മറക്കാൻ ശ്രമിച്ചാലും നിനക്കൊരു നേരം പോക്കായിരുന്നു ഞാനെന്ന് നീ പറഞ്ഞില്ലേ? മായില്ല എൻ്റെ ഉള്ളിൽ നിന്ന് അത്ര വേഗം. അതൊരു മുറിവായി അവശേഷിക്കൂ എന്നും.
പിന്നെ നീ എൻ്റെ ഭർത്താവാണ്. നിനക്ക് അധികാരമുണ്ട് എൻ്റെ അടുത്തും എൻ്റെ ശരീരത്തിലും. എന്തു വേണമെങ്കിലും ആവാം. നിനക്ക് തടയില്ല ഞാൻ നിന്നെ. മായയുടെ വാക്കുകൾ കേട്ടതും നിറയുന്ന തൻ്റെ മിഴികൾ തുടയ്ക്കാൻ ശ്രമിക്കാതെ നേരത്തെ കിടന്നതുപോലെ കിടക്കയുടെ അരികു പറ്റി ചേർന്ന് കിടന്നു ഗിരീഷ്, ഒരുപോലെ പെയ്യുന്ന മിഴികളോടെ. അവളെന്ന പെണ്ണിനേക്കാൾ അവളുടെ ശരീരത്തെ താൻ സ്നേഹിച്ചിട്ടില്ല എന്ന് അവളോട് പറയാതെ പറഞ്ഞുള്ള കിടത്തം. ദിവസങ്ങൾ എത്ര വേഗത്തിലാണ് ആഴ്ചകളും മാസങ്ങളുമായി കടന്നുപോയത്. പതിവില് നേരത്തെ കുളിച്ചൊരുങ്ങി ഗിരീഷിനായി കാത്തു നിൽക്കുമ്പോൾ വല്ലാത്തൊരു തിളക്കമുണ്ട് മായയുടെ മുഖത്ത്. ആഗ്രഹിച്ചതുപോലെ ഒരു ജോലി കഴിഞ്ഞുപോയ മാസങ്ങളുടെ ശ്രമഫലമായി നേടിയിരുന്നു ഗിരീഷ്. ഇന്നാണ് അവൻ ആ ജോലിയിൽ കയറിയത്. തിളക്കമുള്ളൊരു പുഞ്ചിരിയോടെ പടി കടന്നു വരുമ്പോഴേ ഗിരീഷ് കണ്ടിരുന്നു തനിക്കായി ഒരുങ്ങി കാത്തിരിക്കുന്നവളെ. തള്ളിക്കളയാൻ എളുപ്പമാണെന്നും നേടിയെടുക്കാൻ പ്രയാസമാണെന്നും തന്നെ ജീവിതം കൊണ്ട് പഠിപ്പിച്ച തൻ്റെ പാതിയെ പടിവാതിലിൽ വെച്ച് നെഞ്ചോട് ചേർക്കുമ്പോൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു രണ്ടുപേരുടെയും മിഴികൾ ഒരുപോലെ. എനിക്ക് അവകാശപ്പെട്ടത് ഞാനെടുത്താൽ നീ എന്നെ കൊല്ലൂടി പെണ്ണേ. കഴിഞ്ഞുപോയ മാസങ്ങളുടെ കാത്തിരിപ്പുകൾക്ക് അവസാനം മായയെ പൂർണ്ണമായി തൻ്റേതാക്കാൻ ഒരുങ്ങി ഗിരീഷ്. ചോദിച്ചതും നഗ്നമായ അവൻ്റെ ശരീരത്തിനിടയിലേക്ക് ഒതുങ്ങി പിടഞ്ഞു മായ. അന്നത്തെ ആ രാത്രി അവരുടേതായിരുന്നു. വേണ്ടതെല്ലാം സ്വന്തമാക്കാനും വേദനകളെല്ലാം മറന്നു കളയാനുമുള്ള രാത്രി. ഗിരീഷിൻ്റെയും മായയുടെയും ആദ്യ രാത്രി. വർഷങ്ങൾക്കിപ്പുറം മായയുടെ അച്ഛനോടൊത്ത് തമാശകൾ പറഞ്ഞിരിക്കുന്നതിനിടയിൽ തൻ്റെ അരികിലിരിക്കുന്ന മായയെ തന്നോട് ചേർത്ത് നിർത്തി അവളുടെ അച്ഛൻ്റെ മുഖത്തേക്ക് കണ്ണെടുക്കാതെ നോക്കി നിന്നു ഗിരീഷ്. എന്തോ പ്രതീക്ഷിച്ചെന്ന പോലെ. എൻ്റെ മോളെ എന്നെക്കാൾ നന്നായി രാജ്ഞിയായി നോക്കുന്നത് നീ തന്നെയാണ് മോനെ ഗിരീഷേ. എല്ലാവരും കേൾക്ക ഉച്ചത്തിൽ മായയുടെ അച്ഛൻ പറഞ്ഞതും സംതൃപ്തിയുടെ നിറചിരി തെളിഞ്ഞു ഗിരീഷ്. അതേ ചിരിയോടെ മായയെ തന്നിലേക്ക് ഒന്നുകൂടി ചേർത്ത് പിടിച്ചു ഗിരീഷ്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.